നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവസിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ മറന്നു പോകും. അപ്പൊ ഞാൻ പറയുകയാണ്, എൻ്റെ ഭാര്യ നന്നായി പ്രാർത്ഥിക്കുന്നതായിരുന്നു പല രക്ഷയുണ്ടാവും. എൻ്റെ ഭാര്യ നന്നായി പ്രാർത്ഥിക്കുന്നതാണ്, ന്യായാസനമാണെന്ന് പറ്റുമോ? അമ്മാമ്മ പറയും, ഞങ്ങളുടെ അച്ചായ നന്നായി ദൈവത്തിന് വേണ്ടി ഇതുപോലെ കൊടുക്കുന്ന ഒരു സംഭവം. പക്ഷെ അത് നമ്മുടെ അപ്പൊ നമ്മളിങ്ങനെ കണ്ടാൽ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കറിയാം എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ, എവിടെയെങ്കിലും ഒരു കൊലപാതകം ഉണ്ടായാൽ, ഇപ്പൊ CCTV ഇല്ലാത്ത സ്ഥലത്ത് ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കാം. CCTV ഉള്ളതുകൊണ്ട് അതിന് വരുന്ന പോകുന്നൊക്കെ ഇതിനേക്കാൾ വലിയൊരു CCTV ആണ്. ഇന്ന് അതിന് പേടിയില്ല, ഇതെത്ര നാളുകൾ ലേഖനാവസാനത്തിലാണ് എഴുതിയിട്ടുള്ളത്. എത്ര നാളുകൾ പറയുക, ഇന്നും അവൻ പലരുടെയും ശവക്കോട്ട ശവക്കലറ അതുപോലെ കിടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. ഇവരുടെ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് ഓരോ ദിവസം ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്ത് തകരാറുകളുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കണം. അതിനാണ് വചനം പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങളെ തിരിഞ്ഞവരാക്കി വെക്കുക എന്ന ശുശ്രൂഷയാണ് ദൈവദാസന്മാർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നന്നായി ഓർക്കുക. അപ്പോൾ ഇത് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ഞാനുമുണ്ട്. ഞാൻ വചനം വായിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനം ആദ്യം എന്നോട് സംസാരിക്കുന്നു, ആദ്യം എന്നോട് സംസാരിക്കുന്നു, എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദേവദാസന്മാരോട് ചോദിച്ചുകൊണ്ട് ആദ്യം വചനം നമ്മോട് സംസാരിക്കുന്നു, ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയും. അത് പറയണമെങ്കിൽ ആ വചനത്തിനനുസരിച്ച് ജീവിതം കൊണ്ടുവന്നിട്ട് എനിക്കത് പറയാൻ പറ്റും. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പല പെട്ടെന്ന് വരുന്നോ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വികാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. രാകേഷ് പ്രസിദ്ധൊന്നും ചില മാസങ്ങൾക്ക് ശേഷം വന്നത് അദ്ദേഹത്തിന് സമയം കൊടുക്കണം. ഇത്രയും കാലം നമ്മളെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് പോയി കാലം ദൈവാദനം പറയട്ടെ. അതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോവുകയാണ്. ഞാനതിൻ്റെ 26 വാക്യം ആരെങ്കിലും എടുത്തുകൊണ്ട് വായിച്ച് 25 കൊണ്ടിട്ട് വളരെ പറയുകയാണ്, നീ ദയാലുവാണെങ്കിൽ ദൈവം ദയാലു. അടുത്ത നീ നിഷ്കളങ്കനാണെങ്കിൽ ദൈവം നിങ്ങളെങ്ങനെയാണെങ്കിൽ നിഷ്കളങ്കനായി പെരുമാറും. അപ്പൊ ഈ നിഷ്കളങ്കത നമുക്കുണ്ടായില്ല. കാശോട് വായിക്കാൻ അത് നമ്മിലുള്ള നിഷ്കളങ്കത നമ്മിലുണ്ടായി. ഇതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് നിർമ്മലരുണ്ട്, ഞാൻ നിർമ്മലനായി. നിർമ്മലനാണ്, ഞാൻ നിർമ്മലനായി. അടുത്തതായി വക്രത കാണിച്ച കൊയിലാനിക്ക് പോകാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഗ്രേസിമാമ ചോദിച്ചു, പാർച്ച എവിടെ പോവാം? ഞാൻ കൊല്ലത്തിന് പോകാം. 2 കായൊക്കെ ഉണ്ടെന്ന് കൊയിലാനി കൊല്ലുക. സാവം വിശ്വസിച്ച് കാണും. പാസ്റ്റർ കൊല്ലത്തിലാണ്. അപ്പൊ കൊല്ലത്ത് വരെത്താൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയും വേണ്ടി ദൈവം ഞങ്ങളുടെ പാസ്റ്റർ കൊല്ലത്തിന് പോകാൻ കണ്ടാൽ സൂക്ഷിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? ഞാൻ അല്ലാതെ ഇത് പറഞ്ഞെങ്കിൽ വേണം കാണിക്കുന്നതാണ് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത് ആ മനസ്സിൽ അതൊരു വക്രതയല്ലേ? എന്തിനാ വക്രത കാണിച്ചത്? ഒരാവശ്യം
ഇവിടെ പറയുന്നത് മക്കളുണ്ട്. നിലച്ച് നടക്കുന്നവരെ നമുക്ക് നിങ്ങളുണ്ടാക്കി ഒരു ദിവസം നിൽക്കുന്നവരെ കാണാം. നമ്മളിങ്ങനെ നിങ്ങളിച്ചൊക്കെ നടക്കുന്ന നമ്മളെ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഉണ്ടെന്നേ ആ നോക്കി കണക്ക് വെച്ചിരിക്കുന്നു. ഒരു സമയമുണ്ട്, ആ സമയം കിട്ടി പോയി. ഇനി 28 നീ എന്റെ ദീപത്തെ കത്തിക്കും. അപ്പൊ നമുക്കൊരു ദീപമുണ്ട്. സ്തോത്രം. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ നമുക്ക് എന്തോ ഉണ്ട്, ഒരു വിളക്കുണ്ട്. നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കി. വെളിപ്പാട് പുസ്തകം 3-ാം രണ്ടാമത്തെ അതിലെ 4-ാം നിന്റെ ആവശ്യം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അപ്പൊ ദൈവം പറയാണ് നമ്മെ ഓരോരുത്തരും നന്നായി കാണുന്നത് പുറമേ ഇങ്ങനെ അല്ലേ നമ്മളുടെ വെള്ളയാണ് ആദ്യത്തെ നടക്കുന്നേ എല്ലാവരും വസ്ത്രമാണല്ലോ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അകത്തേക്കാണ്. ദൈവത്തിന്റെ അഗ്നിജാലത്തൊത്ത കണ്ണുള്ള ദൈവം. ഞാനിവിടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളോട് എന്റെ മനസ്സാക്ഷി എന്താണെന്ന് ദൈവത്തിനറിയാം. ഇവിടെ ആരോടെങ്കിലും വൈകാര്യത്തോടെ അല്ലെങ്കിൽ കിടക്കം വെച്ചോണ്ടാണ് ഞാൻ മെസ്സേജ് പറയുന്നെങ്കിൽ അതാർക്കറിയാം, എന്റെ ദൈവത്തിനറിയാം. നിന്റെ ആവശ്യം വിട്ടുകളഞ്ഞു. ഒറ്റ കുറവേ ഇതൊരു നോക്കിക്കേ. നമ്മുടെ പഴയ സ്നേഹം ഇറങ്ങി പുറപ്പെട്ട കാലയളവിലെ ദൈവസ്നേഹവും ദൈവാക്കളോടുള്ള നമ്മുടെ സ്നേഹവും എങ്ങനെയാണ്? ഒറ്റ കുറവേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ദശാംശം കൊടുത്തില്ലെന്നോ, ആരാധനയ്ക്ക് വന്നില്ലെന്നോ, കൈയടിച്ചില്ലെന്നോ, പാട്ട് പാടിയെന്നൊന്നും ഇതിനകത്ത് മണിത്തരം പറഞ്ഞുള്ളൂ. ഇതിന്റെ ആദ്യ സ്നേഹം. അപ്പൊ ആദ്യ സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിനകത്ത് വരും. ഇതെല്ലാം അതിനകത്ത് വേണം, യാതൊരു സംശയം. നമ്മളൊരു മൊബൈൽ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു മൊബൈൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ മൊബൈൽ തരുമ്പോൾ അതിനോട് നമ്മൾ ചോദിക്കുമോ ഇതിന് ചാർജർ ഉണ്ടോ? നമ്മൾ കടയിൽ പറയണോ? കുറച്ച് വേണം. അതിനോട് ചാർജർ ഉണ്ടോ ചോദിക്കണോ? വേണ്ട. എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന്. ഈ സ്ഥിതിയിലായിരിക്കുവാൻ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളയത്തക്ക രീതിയിൽ നിന്നെ സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാം. ദൈവത്തിനറിയാം. അവിടെ CCTV ആണ്. ദൈവത്തിനറിയാം. ഓർത്ത് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മാനസാന്തരപ്പെട്ട് ഇപ്പം ദേവദാസൻ വരികയാണെങ്കിൽ അല്പം ഉള്ളിനകത്ത് ഇച്ചിരി അടുത്തുണ്ടെങ്കിൽ അറിയാമോ, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടുണ്ട്, ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഇതിലൂടെ പോകും. ഒരു ജീവി അവിടെ ഞങ്ങൾ വികാസമായി പറയുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ കൂടുതൽ വികാസം രണ്ടുകൂടെ കുറച്ച് പരിപാടിയാണെന്നുണ്ടെങ്കിൽ കൈ കൊടുക്കുന്നത് 2 കൈ പോക്കറ്റിട്ടുണ്ട്. അതിനോട് ശേഷം സന്തോഷമായിരുന്നു. കൈയുടെ പോക്കറ്റ് കൈ കൊടുത്തിട്ടില്ല. എന്നോട് പറയാം മാനസാന്തരപ്പെട്ടൊരു ജീവിതം. എന്നിട്ട് അർത്ഥമാക്കി അല്ല ഞാൻ വരികയും നീ
സ്തോത്രം സ്തോത്രം അത് തൂത്ത് തുടയ്ക്കേണ്ടതും എണ്ണ ഒഴിക്കേണ്ടതും കത്തിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ ഇതെടുത്ത് കളയാൻ വഴി ഒരുക്കരുത്. വിളക്കില്ലെങ്കിൽ വരാതെ വരാമതി. പ്രാർത്ഥനയ്ക്ക് വരാമല്ലോ, ഒരു പ്രശ്നം. പക്ഷേ അൻപതാമത് വന്ന് നോക്കുമ്പോൾ ഇല്ലെങ്കിലുണ്ടല്ലോ ഇതൊന്നും ഒരു പ്രയോജനമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് സങ്കീർത്തനത്തിൽ വായിച്ചത്, നീ ദീപത്തെ കത്തിക്കും. അപ്പൊ ദീപം കത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും? അന്ധകാരം മാറും. ഇന്ന് ഭഗവാന്റെ ഭവനത്തിനകത്ത് നീ ഒരു വെളിച്ചമായി തന്നെ മാറിയ നിന്റെ ഭവനത്തിനകത്ത് അവൻ കുടിയിരിക്കുന്ന അന്ധകാര ശക്തിയിൽ മാറുവാൻ ഞാൻ അടുത്തൊന്ന് പറയും, നമുക്ക് 2 ദിവസം ഈ എണ്ണ 2 ദിവസം നിങ്ങളുടെ പറയും ഇരിക്കണമെന്ന് ഞാൻ മനസ്സിലാവും. അപ്പൊ ഈ അന്ധകാരം മാറണമെങ്കിൽ ഈ വിളക്ക് എന്തെയ്യണം? വിളക്ക് കത്തിയില്ലെങ്കിൽ അന്ധകാരം വ്യാപരിച്ചു. അയച്ചു 1:4-5. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുക, അവനിൽ എന്തുണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. ജീവൻ. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കകത്ത് എന്തുകൊണ്ട്? വെളിച്ചമുണ്ട്, ഇരുളില്ല. ഇരുളുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ആരില്ല? യേശു ഇല്ല. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കേയില്ല. ഇരുളിനെ അതിനെ പിടിച്ചടക്കി. ദൈവത്തിന്റെ പൈതലായി നമ്മൾ ജീവിച്ച ശത്രുവിനെ നമ്മെ ഒരു ചുക്ക് ചെയ്യാം. സ്തോത്രം. കണ്ണുകെട്ടി കാണിക്കും. ഉറപ്പാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കൃപ വിട്ടുപോയാൽ നമ്മളെ തകർത്ത് കളയും. അവർക്ക് കൃപ ചോരാതെ സൂക്ഷിച്ചോളാം. സംസ്കാരത്തിൽ ചോരുന്നത് നമ്മെ കഴിഞ്ഞ ദിവസം ഒരച്ഛൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുവാദമില്ല. അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം പറഞ്ഞു, പാപത്തെ കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞു. 1, പ്രവൃത്തി പാപം. 2, ചിന്തയിൽ പാപം ഉണ്ടാകുന്നു. പാപം ചിന്തിക്കാൻ പറ്റുമോ? ചിന്തയിൽ നിന്നത് എന്തൊക്കെയാണെന്ന് വിചാരിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അത് പാപമല്ലേ? വേറെ അത് ഉണ്ടാകാതിരിക്കാനാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനെ സംഭവിക്കുന്നതാണ്. ഇതിനെയൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മേ സ്തോത്രം, നമ്മുടെ അന്ധകാലത്തിന്റെ അനുഭവങ്ങൾ മാറുവാനിടയാകുന്ന ദൈവത്തിന് സ്തോത്രം. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മുനകാഴ്ച സദസ്യമാക്കി 20-27 സദസ്യം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. യഹോവയുടെ ദീപം. അത് കത്തണം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ ഈ ദീപം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആരെപ്പോലായിരിക്കും? ലോക മനുഷ്യരെ പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ആത്മാവ് ജ്വലിക്കണം. നമ്മളിലുള്ള ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേർന്ന് ജ്വലിക്കുമ്പോഴാണ് അവൻ ആത്മാവിന്റെ വലിയ ശക്തി ദൈവത്തിന്റെ നന്നായിത്തീരുന്നത്. ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസ്നേഹത്തിനായി നന്ദിയോടെ ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശക്തരായിത്തീരുന്നത്.
ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചലിക്കും. ഇല്ല എന്ത് ചെയ്യും? ചത്തവരും. ഇതിന് ഏറ്റവും അങ്ങ് ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. ഇപ്പോഴൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ പണ്ട് കാലങ്ങൾ ഒരു സമയത്ത് ചെല്ലുമ്പോൾ ഓർക്കുന്നു. അവർക്ക് ഓർക്കില്ല. പിന്നെ എന്തിനാണ് അറിയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പഠിച്ച സ്കൂളിൽ പഠിച്ചിട്ട് പാട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെയാണ് വിചാരമെങ്കിൽ നേരമായ ചൊല്ലുമ്പോൾ എന്തിനാണ് ഈ കൈകൾ കുറ്റി വീട് കാട്ടുന്നത്? എന്തിനാണ് സ്തോത്രം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. സംഭവങ്ങൾ അതിനെ വിളിച്ചോർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറന്നു പോകരുത്. ഇസ്രായേൽ യുദ്ധത്തിൽ തുടങ്ങി നാളെ പേടിക്കുന്നത് ആമേൻ സ്തോത്രം. ലോകമായ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 90% സൈഡിൽ കാരണം ആയിരങ്ങൾ അവരുടെ കയ്യിൽ ഇരിക്കുന്നു. അവര് ആ ഓഫീസിൽ നിന്ന് മട്ട് നീക്കിയാൽ മതി. ആമേൻ സ്തോത്രം. മിസൈൽ എവിടെ പോയി വീഴണോ അവിടെ വീഴുമോ ആൾക്കാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി. അപ്പൊ ഇവിടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകുന്ന ഇങ്ങനെ ആത്മാവ് തമ്മിലുള്ള ആ ബന്ധമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലെ വന്നു കഴിഞ്ഞാൽ അവൻ പൗലോസ്ലീഹ പറഞ്ഞു, എന്റെ ശരീരം ഇങ്ങനെ ക്ഷീണിച്ച് പോയി കഴിഞ്ഞാൽ എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരുവാനിടയാകും. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ശാരീരികമായി ക്ഷീണിച്ചാലും അവൻ ആത്മീയമായി ദൈവത്തിന്റെ ആത്മാവ് അവൻ അഗ്നി പോലെ അവൻ പ്രവർത്തിക്കുന്നതാണ്. അവൻ സ്തോത്രം. അതാണ് നമ്മുടെ ദൈവത്തെ അവൻ കത്തിക്കുന്നത്. അതിനെ എതിർത്ത് നിൽക്കുവാൻ ഒരു ശക്തിക്ക് കഴിയില്ല. അത് പ്രാപിക്കുവാനുള്ള പ്രാപ്തി നമ്മുടെ ചെറുപ്പത്തിലുണ്ടാകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഇത് കത്തിയ എന്തൊക്കെയാണ് ഗുണങ്ങൾ അതെല്ലാം കൂടെ പറഞ്ഞ് തീർക്കാൻ സമയമില്ല. എങ്കിലും തീ കത്തിയ ഒരു പ്രയോജനം അല്ലേ? ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 28-ാമത്തെ അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസൊക്കെ അവൻ വെലിത്തി എന്ന ദ്വീപിലേക്ക് അവിടെ കയറുമ്പോൾ ബർബരന്മാര് അവൻ ചൂട് പിടിക്കുന്നതിന് വേണ്ടി ചൂടാകുന്നതിന് വേണ്ടി അവൻ വിറവ് കത്തിച്ച് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് ഒരു കടമെടുത്ത് തീയില്ലാണ്ടെങ്കിൽ കൗമാരങ്ങളെ പറയുന്നവർക്ക് പക്ഷെ അവൻ സ്തോത്രം ചൂട് നിമിത്തം ഹല്ലേലൂയ. ചൂടില്ലെങ്കിൽ എന്നെ പിന്നെ ഭവനത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ആണവ ശക്തിയുണ്ട്. നിങ്ങൾ സ്വതന്ത്രം പറയുന്നത് എനിക്കറിയാം. എന്നാൽ ചൂട് വെളിപ്പെട്ട തീ വെളിപ്പെട്ട അത് പുറത്തു വരും. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. അവിടെ സെക്രട്ടറിക്കാരൻ പറയുന്നു ഇത് പൊട്ടയാണില്ല. ഹല്ലേലൂയ. പക്ഷേ അരിക്കണം എന്ത് ചെയ്യണം? ചൂട് വരും. ഇതുപോലെ കാലം ഒന്ന് കത്തണം. കത്തിയാവുന്നത് അന്ധകാരം മാറും, പ്രതികൂലങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും. അവൻ ദൈവിക വിടുതൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇന്ന് പകരത്തിൽ സംഭവിക്കാം. അവനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നേരത്തെ കാണിച്ചതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നത്. ഒന്ന്, അവൻ ദീപം കത്തിയാൽ പ്രകാശമുണ്ടാകും, ചൂടുണ്ടാകും, ശുദ്ധീകരണമുണ്ടാകും. നമുക്ക് മോശം വെച്ചാൽ മോശമായി 40 വർഷം മരുഭൂമിയിൽ കൂടെ കിടന്നിട്ട് ഒന്നും കണ്ടില്ല. പല പ്രാവശ്യം അതിലേറെ പോയതാണ്. പക്ഷേ ഒരു ദിവസം നോക്കിയപ്പോ ശക്തമായ ഒരു അഗ്നി കണ്ടു, ഒരു തീ കണ്ടു. ആ തീക്കകത്ത് വിടുതലുണ്ട്. മോശയ്ക്ക് മാത്രമല്ല കരയുന്ന ചില ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ഓർക്കണം. നീ കരയുന്നെങ്കിൽ നിനക്കൊരു വിടുതലുണ്ട്. നിനക്ക് ഒരു വിടുതൽ സംഭവിക്കും. നാളുകളായി കരഞ്ഞിട്ടും നാളുകളായി മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന വിഷയത്തിന് നിന്റെ ഭവനത്തിനകത്ത് ഒരഗ്നി വെളിപ്പെട്ടാൽ നിനക്കൊരു വിടുതലാണ്. അവന്റെ ജീവനുള്ള
ഉണ്ടായിരുന്നു, അവന് വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചം നമ്മുടേതായിരുന്നു. ഈ മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞു നോക്കാം. മത്തായി സുവിശേഷത്തിന്റെ 14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം പറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയീടിൽ തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. കൊല്ലത്ത് പോയി, കൊല്ലം കടൽക്കര പോയി എത്ര പേരുണ്ട്? കൊല്ലം കടൽക്കരയിൽ പോയിട്ടില്ലേ? അവിടെ ഒരു ഭയങ്കര തൂണിന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഹൗസ് ലൈറ്റാണ്. എന്തിനാണ്? മുഖമാർക്ക് കാണാനാണ്. പിന്നെ രാത്രിയിൽ വരുന്ന ബോട്ടിലും കപ്പലിൽ വഴി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതാണ്. അങ്ങനെയാണ് യേശു അവരെ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെളിച്ചമായ നമ്മളെ കണ്ട് വഴിതെറ്റാതെ ജനം ആത്മാവിന്റെ നിറവിൽ എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു? പിതാവേ സ്തോത്രം. ഞാനും ദേവദാസിയും കൂടെ ഈ ഏരിയയിലുള്ള സകല വീടുകളും വിസിറ്റ് ചെയ്തു. അടുത്ത ഏരിയയിലേക്ക് പോകണമെന്ന് മനസ്സോടെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയി സുവിശേഷം പറയുക. അവര് രക്ഷിക്കപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതി നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ പറയാറുണ്ടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ദൈവത്തോട് കണക്ക് പറയുന്നു. നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ നന്മയാണോ അതോ ചിലവരെ നമ്മളിവിടെ പാരമ്പര്യമായി പണക്കാരാണ്. പാരമ്പര്യം കഴിഞ്ഞ ദിവസമൊക്കെ പേടിച്ച പേടി നിങ്ങൾ ഒന്ന് ചോദിച്ചോളെ, ചോദിക്കണം. അയന്നില്ലേ? നമ്മുടെ ജീവിതത്തിനെ ലോകത്തിന്റെ വെളിച്ചമായി നാമിക്കണം. മറ്റുള്ളവർക്ക് വഴിയാക്കി എന്നെ കാണുമ്പോൾ അവർ പറയാം യേശുള്ളവരാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഇവരോട് പോയാൽ ഞാൻ അനുഭവം പറയാനുള്ള ഒന്നുമല്ല. ഈ വഴി അനുഭവം പറഞ്ഞത് ആ വണ്ടിയിൽ കൊണ്ടുപോയി ആ വർഷത്തിൽ കുറേ വഴി വന്നപ്പോൾ അതിന് ഫ്രണ്ടിൽ ഒത്തിരി ചായക്കരുത്. ഞാൻ ആ ചായക്കരുത് ചായ ഞാൻ ചായ കുടിക്കാൻ സഹോദരൻ സഹോദരി കുഞ്ഞിനെ ചെയ്യുന്നു. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് മോളെ മോളെ നീ എത്ര പഠിക്കുന്നത് ഞാൻ പറയാൻ സാധിച്ചു. ഓക്കെ, ഞാനൊരു പാസ്റ്ററാണ്. എടുത്തു വായിക്കുന്ന പാസ്റ്ററെ പ്രാർത്ഥിക്കണേ. ഞാൻ അവിടെ തരും. ഇന്ന് പരീക്ഷയ്ക്ക് പോകും. ആ കൊച്ചിൻ്റെ പരീക്ഷയ്ക്ക് മുഴുവൻ പരീക്ഷ കഴിഞ്ഞ് പ്ലസ് 1 കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാസ്റ്റർ മണ്ഡലം പാസ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. എന്നോട് വിശേഷം അപ്പോൾ എന്നോട് പാസ്റ്ററെ ഞങ്ങൾ പാസ്റ്ററിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെന്ന് ഈ മോക്കുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റും. യേശു ജീവിക്കുന്നത് പറയാൻ പറ്റും. ഞായറാഴ്ച നമ്മൾ ആരെ കണ്ടാലും നമ്മൾ ആരാണ് ഞാൻ ഞാനൊരു പാസ്റ്റർ അതെടുത്ത് വരയ്ക്കുന്നത് എൻ്റെ ബെഡ്റൂം ദിവസമാണ്. ഹലോ
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയാൽ നമുക്ക് വേണ്ടതൊക്കെ ദൈവം തരും. സ്തോത്രം. നമുക്ക് എന്ത് വേണം നമുക്കറിയാം, ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ഞാൻ വിശ്വാസ ജീവിതത്തിലാണ്, ഞാൻ നിത്യതയിൽ അറിയുക. എന്റെ ചുറ്റുപാടും പലരും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നുണ്ട്. അവരോട് എനിക്ക് യേശുവിനെ കുറിച്ച് പറയും. ഞാനത് പറഞ്ഞത് നമ്മളെല്ലാം വിളക്കുകളാണ്. നമ്മളിൽ വെട്ടമുണ്ട്. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ ആ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്കിടയാകേണ്ട പ്രശ്നം. പിന്നെ രണ്ടാമത് ചൂടുണ്ടാകും. പ്രകാശപ്പെടുന്ന ചൂടുണ്ടാകും. ആരാധനയ്ക്കകത്ത് ഒരു ചൂടുണ്ടാകും. ഒന്നാം നൂറ്റാണ്ടിൽ അതിരുന്നോ പരിശുദ്ധാത്മാവ് സ്തുതി നമ്മൾ വായിക്കുന്നു. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ വ്യാപരിച്ചു. അവരുടെ പ്രസംഗത്തിൽ ആ ചൂട് എത്ര രക്ഷിക്കപ്പെട്ടു? 3000. സ്തോത്രം. 3000 രക്ഷിക്കപ്പെട്ടു ആ ചൂട് നിമിത്തം. അപ്പൊ നമ്മളിങ്ങനെ അവരെ ആരാധിക്കുമ്പോൾ അടുത്ത തണുത്തായിരിക്കുന്നത് ആ ആൾ ചൂടാണ്. അപ്പോ ഒരാൾ അവരെ ആരാധിക്കുമ്പോൾ അടുത്ത ആളിലേക്ക് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കും. നമ്മൾ അതിന് മറ്റു ചിന്തകൾക്ക് പോകരുത്. ഞാൻ ദൈവത്തെ ഞാനൊന്നും പറയട്ടെ, നമ്മുടെ ചിന്തകളെ പോലെ വിവേചിക്കുന്ന അത് മറന്നു പോകരുത്. എങ്ങനെയെങ്കിലും എനിക്ക് ആത്മാവിലേക്ക് പ്രാപിക്കണം. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ക്ഷീണങ്ങളും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ആരാധനയെ വെളിപ്പെടുമ്പോൾ ബലപ്പെടുമ്പോൾ തന്നെ മാറും. അല്ലേ? ദേവൻ ദേവി ആത്മാവിൽ ദേവശക്തി. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ദൈവ സ്നേഹത്തിൽ അവൻ ആ ചൂടിൽ നമ്മുടെ ദിവസങ്ങളിൽ ആയിത്തീരുവാൻ ഇടയാണെന്ന് എന്നൊക്കെ പറഞ്ഞ വാക്കിലേക്ക് ഒന്നുകൂടെ വരുന്നു. അവൻ ശുദ്ധീകരണം, അവൻ സ്തോത്രം. അതാണ് ബന്ധുക്കളിൽ നടന്നത്. അതാണ് കാലഘട്ടത്തിൽ നടന്നത്. അവൻ സ്തോത്രം. ആ ജാല വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ സ്തോത്രം. അവൻ കാലഘട്ടത്തിൽ പ്രമാണി കുടുംബവും എന്ത് ചെയ്തു? രക്ഷിക്കപ്പെടുവാൻ ഇടയാണെന്ന് പ്രശ്നം. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും. എന്ത് ചെയ്യണം? ഈ ദീപം കെടാതെ സൂക്ഷിക്കും. സ്തോത്രം. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നത് ഞാനിങ്ങനെ വിചാരിച്ച പണ്ടത്തെ ഒരു കാര്യമാണ്. ഈ പണ്ട് റാന്തൽ എന്ന സാധനമാണ്. റാന്തൽ വലിയ മാറ്റമില്ല. റാന്തലിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് തിരികെ എത്തിക്കും. കുറെ മോളൊരു ഗ്ലാസ് ഉണ്ട്. ആ വെട്ടം കാണുന്ന ഗ്ലാസ്സിൽ കൂടെ അല്ലേ? ഗ്ലാസ് ആണോ പ്രകാശത്തെ അല്ലേ? അല്ല, അതിനകത്ത് ഇനി പെട്രോമാക്സ് ആലോചിച്ച് അതിനകത്ത് മാറ്ററുണ്ട്. അതിങ്ങനെ കത്തുമ്പോൾ ഈ ഗ്ലാസ്സിലൂടെ പ്രകാശം പുറത്തു വരും. ഗ്ലാസ് ആണോ പ്രകാശം തരുന്നത്? അല്ല. എന്ന് പറയുന്നത് പോലെ യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്ത് ചെയ്യണം? ഈ വിളക്ക് കെടുവാൻ സമാഗമന കൂടാരത്തിൽ അവിടെ ഒരു വിളക്കുണ്ടായിരുന്നു, നിലവിളക്കുണ്ടായിരുന്നു, ഒരു കാലവിളക്ക്. അതൊരിക്കലും കിടത്തില്ല. കിടാതിരിക്കാൻ ചെയ്യും. ഇടിച്ചെടുത്ത നിങ്ങളെന്ന് പറഞ്ഞേ, ഇടിച്ചെടുത്ത എണ്ണയെ കൊണ്ട് അങ്ങോട്ട് വന്നാൽ പുരോഹിതൻ പറയും ഇതെന്ത് കൊടുക്കണം? നമുക്ക് പറയാൻ ഞാൻ ഇടിച്ചെടുത്തതല്ലേ, ഒത്തിരി ഇടിച്ചിട്ടായിരുന്നു കിട്ടിയത്. പുരോഹിതൻ പറഞ്ഞ വീട്ടിൽ കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യണം? തേടി പോകുന്നത്. എന്നാ ഞാൻ ശമന പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ശമന പുസ്തകത്തെ വായിക്കുന്നു. അവിടെ രാവിലെ ഉണ്ട്, അവിടെ സമാഗമന കൂടാറുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു. അവൻ സ്തോത്രം. വിളക്ക് കെടുന്നതിന് മുമ്പ് ശമൂവേൽ അവിടെ പോയി കിടക്കുമായിരുന്നു. അവിടുത്തെ വിളക്ക് കിട്ടും.
ഒറ്റ ദിവസം സ്തോത്രം സ്തോത്രം 3 പേര് അപ്പോഴും 2 മക്കളും സ്തോത്രം സ്തോത്രം പ്രൈസ് ഹല്ലേലൂയ സ്തോത്രം ശ്രദ്ധിച്ചിട്ടേ വാക്യം വിളക്ക് കത്തിച്ച് പറയേണ്ടിയല്ല രണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ഒന്ന് പറയുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ വിളക്കാണ്, ഞാനാണ് അത് നിങ്ങൾ കാണുന്നത്, ഞാനാണ് നിങ്ങൾ. അപ്പൊ വിളക്ക് എന്ത് ചെയ്യുന്നത്? പറയേണ്ടിയല്ല രണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. തണ്ടിന്മേൽ എന്തിനാ വെക്കുന്നത്? അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പൊ വിളക്ക് കത്തിയാൽ ഒന്നാമത്തേത് വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യും. ഞാൻ പ്രകാശിച്ചാൽ എന്റെ ഭാര്യയ്ക്ക് എന്റെ പിള്ളേർക്ക് പ്രകാശിക്കും. എന്റെ ഭാര്യ പ്രകാശിച്ചാൽ എനിക്ക് തന്നെ പിള്ളേർക്ക്. എന്റെ കുഞ്ഞുങ്ങൾ പ്രകാശിച്ചാൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? ഒന്നാമത്തേത് വീട്ടിനകത്തൊരു സ്തോത്രം എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ നീ പ്രകാശിച്ച നിന്റെ വീട്ടിനകത്ത് വിടുതല. പ്രൈസ് അച്ഛനികൾ പാറയ്ക്ക് കീഴിൽ അടക്കി വെക്കരുത്. ലൂക്കോസ് സുവിശേഷം 1:35. അല്ല, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അല്ലേ, യജമാനൻ കല്യാണത്തിന് അത്രേ ഉള്ളൂ. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. 12:35. രണ്ടാമത്തേത് എന്ത് ചെയ്യണം? വിളക്ക് കത്തിച്ചു വെച്ചാൽ തണ്ടന്മേൽ വെച്ചാൽ അടുത്ത വാക്യം 33. വിളക്ക് കൊടുത്തിട്ട് ആരും നിലവറയിലോ പറയൻകീഴിലോ വെക്കാതെ മറ്റൊരിടത്തിരിക്കുന്നു, കട്ടിന്റെ കീഴിലേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യണം, പ്രാർത്ഥിക്കും, പിന്നെ പ്രാർത്ഥിക്കാം, പിന്നെ കിടക്കാം, മൂടി പതിച്ചിട്ടുണ്ട്, ഒന്ന് എഴുതി പ്രാർത്ഥിക്കാം. ദൈവമോ എഴുതി പ്രാർത്ഥിക്കണം, ഉച്ചകഴിഞ്ഞ് പ്രാർത്ഥിക്കും, എപ്പോഴും എഴുതി പ്രാർത്ഥിക്കണം, ഇവിടെ കിടക്കാം. ഇതൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. നിനക്ക് കിടക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ അടുത്ത വാക്ക് വായിച്ചു. അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടത്. നിന്റെ വീട്ടിൽ വരുന്നവർക്ക് വെളിച്ചം നമ്മൾ ചില വീട്ടിൽ ചില വീട്ടിൽ ഇന്ന് സന്തോഷമല്ലേ? ചില വീട്ടിൽ ചെന്ന് നമ്മൾ പറയും അസ്വസ്ഥ ചെയ്യുന്നവർക്കാണ് ഇവിടെ വെച്ചാൽ അവർ പറയും. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ നമ്മൾ പ്രവർത്തനം കാല് കുത്തി പറയും ഇതിനകത്ത ദിവസം. പക്ഷെ ചില വീട്ടിൽ ചെല്ലുന്നുണ്ട്. ഇവിടെ വായിച്ചത് നീ വിളക്ക് കത്തിച്ച് സൂക്ഷിച്ചു വെച്ചാൽ, നണ്ടിൽ വെച്ചാൽ നിന്റെ വീട്ടിൽ വരുന്നവർക്ക് ഒരാശ്വാസമാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. വീട്ടിൽ വരുന്നവർ പോകുമോ? ഹലോ, നിന്റെ വീട്ടിൽ വരുന്നവർ ചടങ്ങി പോകുന്നത്. രണ്ട് കാര്യം
വെളിച്ചം, രണ്ടാമത് വീട്ടിലുള്ളവർക്ക് പ്രകാശം. സ്തുതി, സ്തോത്രം. അടുത്ത ദിവസം വായിക്കാൻ ഞാൻ അപ്പോൾ നാം വന്നു പോകുന്നത് ഇവിടെ വ്യക്തം പറഞ്ഞാൽ ഞാൻ ഇന്നാലെ പള്ളിയിൽ എൻ്റെ ദൈവത്താണ് ഞാൻ വന്ന് ചാടിക്കുന്നത്. അതൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമില്ല. ഇത്രയും കാലഘട്ടത്തിൽ നമുക്കൊരു വിളക്കുണ്ട്. നമ്മൾ പാടില്ലേ എണ്ണയുണ്ടോ വിളക്ക്, എണ്ണയുണ്ടോ വിളക്ക്, ഒന്നും പറഞ്ഞേ എണ്ണയുണ്ടോ നിന്റെ വിളക്ക്. മാറ്റാണ് ഞാനിങ്ങനെ പാട് എണ്ണയുണ്ടോ നീ വിളക്കി. അപ്പൊ വാസന വിളക്കില്ലാത്ത എണ്ണയുണ്ടോ ഞാൻ ചോദിക്കുന്നതല്ല. ഞാൻ എവിടെ എണ്ണയുണ്ടോ വിളക്കി ഞാൻ ഒരുക്കിയിട്ടുണ്ടോ. സ്തോത്രം. നമ്മൾ സമൂഹത്തിൽ ചോദിക്കും അതെ എന്നെ വിളക്കിനകത്ത് എണ്ണയുണ്ടോ. കുടിക്ക് നോക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അല്ലേ കരുതി ഞാൻ അതുകൊണ്ട് ആ വാക്യങ്ങളോട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ വായിക്കുന്ന നീ എൻ്റെ ജീവിതത്തെ കത്തിക്കുന്നതാരാണ്? പാസ്റ്ററല്ല, കമ്മിറ്റിയാണോ, സെക്രട്ടറിയാണോ? അല്ല. ആ വാക്യം വായിച്ചോണ്ട് നീ എൻ്റെ ജീവിതത്തെ ഉണക്കി വെച്ചോ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഹല്ലേലൂയ. വേണ്ട, യേശുവിന്റെ നാമത്തിൽ പോയി എന്ന് പറയണോ? വേണ്ട. കത്തിയാ മതി. അന്ധകാരമായി സ്തോത്രം. അല്ലേ? നമുക്കറിയാം ഇപ്പോഴാണ് പണ്ട് നമുക്കറിയാം അമ്മച്ചിമാരോട് ചോദിച്ചാൽ ചെറിയ അമ്മച്ചിക്ക് അറിയാമായിരുന്നു. അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി പറയും പണ്ട് ഞങ്ങൾ തീ കത്തിക്കുമായിരുന്നു. മാസ്റ്റർ തീ കത്തിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതുകൊണ്ട് ചാര ചൂടിക്കിടക്കും. ഇങ്ങോട്ട് ചാര ചൂടിയല്ലോ നീ എടുത്ത് കളയുന്നു. അമ്മച്ചി അവിടെ എന്ത് ചെയ്യും? ഉടലെടുത്തിട്ട് കൂടി ചാര മാറ്റുമ്പോൾ അത് കാണാം. ഇന്ന് പകരം നോക്കാം ചാര കൂടി കിടക്കുന്ന ഏതെങ്കിലും പാത്രം തന്നെ ഇന്ന് പകൽക്കാലം അതിനെ Praise the Lord. Hallelujah. Yahweh, stotram.